അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതം മുഴുവനും പരീക്ഷണങ്ങളിലൂടെ ജീവിച്ച് പ്രയാസങ്ങൾ തിന്ന് അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തപ്പോഴാണ് അല്ലാഹു ഇസ്റാ എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു സഹായം നൽകുന്നത്. പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിലെത്തിയാൽ സ്ത്രീകളുടെ നേതാവാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ എവിടെയുണ്ടോ? മുതഅല്ലിമീങ്ങളോട്, നാട്ടുകാരോട് പറയാനുള്ളത്, നാളെ സ്വർഗത്തിലെത്തിയാൽ സ്ത്രീകളുടെ നേതാവാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. സ്ത്രീകളിൽ 4 ആളുകളാണ് പരിപൂർണതയിലെത്തിയത്. സ്ത്രീകളിൽ 4 ആളുകളാണ് പരിപൂർണതയിലെത്തിയത്. അതിലൊരാള് പ്രിയപ്പെട്ടവരെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 4 സ്ത്രീകളാണ് പരിപൂർണതയിലെത്തിയത്. വേറെ ആരും പരിപൂർണതയിലെത്തിയിട്ടില്ല. എന്നാൽ നിങ്ങൾ വിഷയത്തിലേക്ക് വാ. ഖദീജ ബീവിക്ക് പ്രത്യേകതയാണുള്ളത്. ഒരു റക്അത്ത് പോലും ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. നിസ്കാരക്കാർക്കാണ് പരിപൂർണതയെങ്കിൽ ഒരു റക്അത്ത് പോലും ഫർള് നിസ്കാരം ഖദീജ ബീവി നിസ്കരിച്ചിട്ടേ ഇല്ല. അല്ലേ? നിസ്കരിച്ചിട്ടുണ്ടോ? ഖദീജ ബീവി ഫർള് നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു റക്അത്ത് പോലും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഫർള് നിസ്കരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു നോമ്പ് പോലും നിർബന്ധമായ നോമ്പ് നോക്കിയിട്ടില്ല ഖദീജ ബീവി. നിർബന്ധമായ ഒരു നോമ്പ് പോലും, റമളാനിലെ ഒരു നോമ്പ് പോലും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നോക്കിയിട്ടില്ല. നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാൽ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷമാണ് നിസ്കാരം നിർബന്ധമായത്. ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷമാണ് പ്രിയപ്പെട്ടവരെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. ഖദീജ ബീവി ഒരു ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല. മഹദിയായ ഖദീജ ബീവി ഇബാദത്തുകളൊന്നുമില്ല. പക്ഷെ ലോകത്ത് പരിപൂർണരായ 4 പെണ്ണുങ്ങളെ എടുക്കുമ്പോൾ, 4 സഹോദരിമാരെ എടുക്കുമ്പോൾ അതിലൊരാൾ ഖദീജ ബീവിയാണ്. ആസിയ ബീവിയുടെ കൂടെ, ഇംറഅത്തു ഇമ്രാൻ ബിൻതു ഇമ്രാനിന്റെ കൂടെ, അതുപോലെ തന്നെ ആസിയ ബീവി ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ, മൂന്നാമതായി മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഒരു റക്അത്ത് പോലും ഫർള് നിസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് പോലും എടുത്തിട്ടില്ല, ഒരു ഹജ്ജ് ചെയ്തിട്ടില്ല, ഒരു ഉംറ ചെയ്തിട്ടില്ല. പിന്നെങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഇത്രയും വലിയ മഹത്തായ സ്ഥാനത്തേക്ക് എത്തിയത്? സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ അന്ധമായി പ്രണയിച്ചു എന്നുള്ളത് തന്നെയാണ്. അന്ധമായി കാര്യകാരണം നോക്കാതെ, കാര്യകാരണ സഹിതം അന്വേഷിക്കാതെ, യുക്തി കൊണ്ട് ചിന്തിക്കാതെ, എന്റെ ഹബീബ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന ചിന്തയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ധമായി വിശ്വസിച്ചു, അന്ധമായി പ്രണയിച്ചു, അന്ധമായി അനുകരിച്ചു എന്ന കാരണത്താൽ പ്രിയപ്പെട്ടവരെ ഖദീജ ബീവി ഉന്നതങ്ങളിലെത്തി. സ്ത്രീകളിൽ നിന്ന്, പുരുഷന്മാരിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിയത് സിദ്ദീഖാണെങ്കിൽ, പെണ്ണുങ്ങളിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിയത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജയെ സ്നേഹിച്ചതുപോലെ വേറെ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഹിറാ ഗുഹയുടെ മുകളിലേക്ക് ഹിറാ ഗുഹയുടെ മുകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് 55 പ്രായമുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണത്തിന്റെ പൊതിയുമായിട്ട് ഹിറാ ഗുഹയുടെ മുകളിലേക്ക് ചൊല്ലാറുണ്ടായിരുന്നു. ഹിറാ ഗുഹ ആർക്കാണ് അറിയാത്തത്? എത്രത്തോളം സഞ്ചരിക്കണം ഹിറാ ഗുഹയിലേക്ക്? ഇന്നവിടേക്ക് നടന്നു പോകാൻ സ്റ്റെപ്പ് സംവിധാനം, സ്റ്റെയർകേസ് പോലെ ബംഗാളികളും പാകിസ്ഥാനികളും കൂടി നടപ്പാതയുണ്ടാക്കിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സ്റ്റെപ്പുകളില്ല, പാറയിൽ കയറണം. വിജനമായ പാറയിലൂടെ 55 വയസ്സ് പ്രായമുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണത്തിന്റെ പൊതിയുമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് പോയി കൊടുക്കുമ്പോൾ ഒരു തവണ പോലും എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. എന്തേ നിങ്ങൾ എന്റെ കൂടെ ചെലവഴിക്കാത്തത് എന്ന് ചോദിച്ചിട്ടില്ല. എന്നെ മടുത്തോ എന്ന് ചോദിച്ചിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങളോ 2 ദിവസം എന്തെങ്കിലും തിരക്കായാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടല്ലേ, ഇപ്പൊ ചങ്ങാതിമാര് മതി, ഇപ്പൊ പള്ളി മതി, ഇപ്പൊ ജോലി മതി എന്നിങ്ങനെ പറയുമ്പോ
കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം പോലും നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇനി ഭക്ഷണം കൊണ്ടുവരൂല എന്ന പരാതി പറഞ്ഞിട്ടില്ല. ദിവസങ്ങളോളം ധ്യാനത്തിലിരുന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പേടിപ്പിച്ചു വിട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് പോകുന്നത് ഖദീജയുടെ അടുത്തേക്കാണ്. സമ്മിലൂനി, എന്നെ ഒന്ന് അണച്ചു ചേർക്കണം ഖദീജ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം ഖദീജ. അപ്പോൾ പോലും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, വെറുതെ ഒരാവശ്യവുമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഹിറാ ഗുഹയുടെ മുകളിൽ ഇരിക്കുമല്ലോ എന്നല്ല പറഞ്ഞത്. എന്റെ പൊന്നാര ഭർത്താവേ, നിങ്ങൾ വിഷമിക്കണ്ട എന്നാ പറഞ്ഞത്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല എന്റെ പൊന്നാര ഭർത്താവേ. കല്ലാ ലാ യുഖ്സീകല്ലാഹു അബദാ, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല എന്റെ പൊന്നാര ഭർത്താവേ. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും, അതുകൊണ്ട് ടെൻഷന് വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെ ആശ്വസിപ്പിച്ച ആളാണ് ഖദീജ ബീവി. തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം നബി തങ്ങൾക്ക് ഇനി മുതൽ ഖദീജ ദരിദ്രയാണ്, മുഹമ്മദ് ധനികനാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന സർവ്വ സമ്പാദ്യങ്ങളും ഹബീബിന് നൽകിയവരാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. നബി തങ്ങള് പട്ടിണി കിടന്നിട്ട് കരഞ്ഞപ്പോ, എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ഖദീജ, എനിക്ക് പട്ടിണി കിടന്ന് ശീലമുണ്ട് ഖദീജ. എന്നാൽ സമ്പന്നയായ കുടുംബത്തിൽ ജീവിച്ച് സമ്പന്നയായ കുടുംബത്തിൽ വളർന്ന നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ. എന്റെ കൂടെ കൂടിയതിന്റെ പേരിലല്ലേ നീ ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങളോട് പറഞ്ഞത്, നബിയേ, എന്റെ സമ്പാദ്യം മുഴുവനും നിങ്ങളുടേതല്ല നബിയേ, എന്റെ സമ്പാദ്യം എന്റേതല്ല, അത് നിങ്ങളുടേതല്ല നബിയേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെ ആശ്വസിപ്പിച്ച ഖദീജ ബീവി. ആ ഖദീജ ബീവി വഫാത്തായപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് മാനസികമായും ശാരീരികമായും തളർന്നു പോയത്. ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട പത്നി ഇവിടെ പറഞ്ഞപ്പോ അല്ലാഹു തആല ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തില്ല. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ തന്റെ കുടുംബക്കാര് ത്വായിഫിലുണ്ട്, അവരെ കണ്ടാൽ അവരെന്നെ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ശത്രുക്കളുടെ ശർറിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് എന്റെ കുടുംബക്കാരായ ത്വായിഫുകാരനെ രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ പോയി? നേരെ ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ നിന്ന് നിരന്തരമായ കൂക്കുവിളികളും പരിഹാസങ്ങളും അള്ളാഹുവിന്റെ ഹബീബിനെതിരെയുള്ള കല്ലേറുകളുമാണ് ലഭിച്ചത്. കാലിൽ നിന്ന് രക്തമൊഴുകി നബി തങ്ങൾ ബോധം കെട്ടു വീണു. കുടിക്കാൻ പോലും വെള്ളം നൽകിയില്ല. നിരാശനായി തിരിച്ചു വരുമ്പോൾ മക്കക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനെ മക്കയിലേക്ക് കയറാൻ സമ്മതിച്ചില്ല. എല്ലാവരും തടഞ്ഞു. ഇവിടെ വന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അവസാനം ഒരാൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അഭയം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് എന്റെ കൂടെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അഭയം നൽകിയപ്പോഴാണ് മക്കയിലേക്ക് കയറാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിഷമത്തോടിരിക്കുമ്പോഴാണ് ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല പരിശുദ്ധമായ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോകുന്നത്. ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങളെ വേണ്ട എങ്കിൽ, അവർ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നില്ല എങ്കിൽ, ആകാശത്തുള്ള ഞങ്ങൾക്ക് നിങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു കൊണ്ടുപോകുന്നത്. ഓരോ ആകാശങ്ങളിലേക്ക് കയറുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ അവിടെ പ്രവാചകന്മാര്, അവിടെ മലക്കുകള്, നബി തങ്ങളെ സ്വീകരിക്കാൻ ബൈത്തുൽ മഖദ്ദസിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് പ്രവാചകന്മാര്. എന്നിട്ട് ആകാശങ്ങളുടെ മുകളിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ഓരോ മാലാഖമാര് കാണിക്കുന്ന ബഹുമാനം, ഇതെല്ലാം കഴിഞ്ഞ് അല്ലാഹുവിനെ കണ്ട് സംസാരിച്ച് ഖാബ ഖൗസൈനി ഔ അദ്നാ, എങ്ങനെയാണ് അമ്പ് ഞാണിനോട് ചേർന്ന് കിടക്കുന്നത്, അത്രത്തോളം അല്ലാഹുവിനോട് ചേർന്ന് കിടന്നിട്ട് സ്വർഗ്ഗം കണ്ടു, നരകം കണ്ടു, ബൈത്തുൽ മഅമൂർ കണ്ടു, അർശ് കണ്ടു, എല്ലാം കണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു വന്നു. എങ്ങോട്ട്? മക്കയിലേക്ക് തിരിച്ചു വന്നു. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? ഡിറ്റർമിനേഷൻ ആണ്. ആളുകളെല്ലാം കൈയൊഴിഞ്ഞപ്പോ, ആളുകളെല്ലാം എഴുതിത്തള്ളിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹുവിലേക്ക് എത്തണമെന്നുള്ള അധമ്യമായ സ്നേഹമാണ്, അങ്ങനെയുള്ള ആഗ്രഹമാണ് അല്ലാഹുവിന്റെ സൂര്യനും ചന്ദ്രനുമെല്ലാം കടന്ന് അല്ലാഹുവിന്റെ മുന്നിലേക്ക് എത്താൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേരിപ്പിച്ചത്. അതാണ് ഇവിടെ മഹാനായ അല്ലാമ ഇഖ്ബാൽ പാടുന്നത്. ജേ വൽവലേ ശൗഖ് जिसे लज्जते परवाज कर सकता है वो दर्रा महो महर को ताराज.
मुश्किल नहीं याराने चमन मारिके बाज पुरसोज अगर हो नफ्से सीने दर्राज. മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരോടാ പറയുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരിവിടെ ഇല്ല അല്ലേ? ഈ അടിവാടിൽ ചെറുപ്പക്കാരില്ല. ഉണ്ടാ? എത്ര വീടുണ്ട് അടിവാടിൽ? ജമാഅത്തിൽ എത്ര വീടുണ്ട്? 300 വീട്ടിൽ മിനിമം ഒരു ചെറുപ്പക്കാരനെ വെച്ചാലും 300 ചെറുപ്പക്കാരനുണ്ടാണ്. 15 വയസ്സിന്റെയും 30 വയസ്സിന്റെയും ഇടയിലുള്ള മുതഅല്ലിമീങ്ങളല്ലാത്ത ആളുകളൊക്കെ കൈപൊക്കും. മുതഅല്ലിങ്ങളൊന്നും പൊക്കണ്ട. 15 വയസ്സിന്റെയും 30 വയസ്സിന്റെ ഇടയിലുള്ള മുതഅല്ലിമീങ്ങളല്ലാത്ത ആളുകൾ കൈപൊക്കും. ഓക്കെങ്ങള് അവിടെ പോയി? അടിവാടിലൊരു ചെറുപ്പക്കാരുമില്ലേ? പണ്ടൊക്കെ വന്നപ്പോ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ല. എല്ലാം വിട്ടോ? യാതും പരിപാടിയും ദീനൊക്കെ വിട്ടോ? ഫുട്ബോളിന്റെ ജ്വരവും ആവേശവും അതിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ലേ? मुश्किल नहीं याराने चमन मारिके बाज पुरसोज अगर हो नफ्से सीने दर्राज. ചെറുപ്പക്കാരെ, മുഷ്കിൽ നഹി യാറാനെ ചമൻ. ഒരു തോട്ടമാകുമ്പോൾ അവിടെ ഒരുപാട് പക്ഷികൾ ഉണ്ടാകും. ബാസ് എന്ന് പറയുന്നത് രാജകിളി, ഫാൽക്കൺ പക്ഷി. രാജകിളി ഉണ്ടാകും, അവിടെ തത്തമ്മകൾ ഉണ്ടാകും, കാക്കകൾ ഉണ്ടാകും, ഫാൽക്കണുകൾ ഉണ്ടാകും, ഈഗകൾ ഉണ്ടാകും. ആനറാഞ്ചി പക്ഷി എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ പല പക്ഷികളും ഉണ്ടാകും ഒരു തോട്ടത്തിൽ. മുഷ്കിൽ നഹി യാറാനെ ചമൻ. ഓ തോട്ടത്തിലുള്ള സുഹൃത്തുക്കളെ, അതൊരു പ്രയാസമല്ല, അസാധ്യമല്ല. മഅരികെ ബാസ്, രാജകിളി എന്ന് പറയുന്ന പക്ഷികളുടെ തലതൊട്ടപ്പനായ രാജകിളി, പക്ഷികളുടെ രാജാവ് ഫാൽക്കണിനെ തോൽപ്പിക്കുക എന്നുള്ളത്, ഫാൽക്കണിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല. പുരുസോസ് അഗർ ഹോ നഫ്സേ സീനേ ദർറാജ്. ഏറ്റവും ചെറിയ പക്ഷിയാണ് കുരുവികള്. ഏറ്റവും ചെറിയ പക്ഷിയാണ് കുരുവികൾ. തിത്തിരി പക്ഷി എന്ന് പറയുന്ന ആ ചെറിയ കുരുവികൾക്ക് പോലും പ്രിയപ്പെട്ടവരെ രാജകിളിയോട് പോരാടി പരാജയപ്പെടുത്താൻ കഴിയും. പക്ഷെ ഉണ്ടാവേണ്ടത് എന്താണ്? അവരുടെ ഹൃദയത്തിനകത്തൊരു ചൂടുണ്ടാവണം. അവരുടെ ഹൃദയത്തിനകത്തൊരു ചൂടുണ്ടാകണം. എന്ത് ചൂട്? ആത്മീയമായ ചൂട്. അല്ലാഹുവിനോടുള്ള ആവേശമുണ്ടാകണം. രാത്രിയായാൽ ഉറക്കമൊഴിച്ച് കളി കാണുമ്പോഴുണ്ടാകുന്ന ആവേശം അല്ലാഹുവിന്റെ ദീനിനോടുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ സമയങ്ങളിൽ ഉറക്കൊഴിച്ച് കളി കാണാനുള്ള ആവേശം, ആ ഒരു ഊർജ്ജസ്വലത എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനിനോട് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇല്ലാതെ പോകുന്നത്? ആ തിത്തിരി പക്ഷിയുടെ, കുരുവികളുടെ കൽബിന്റെ അകത്തളങ്ങളിൽ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആരോടും ഞാൻ കീഴ്പ്പെടൂല, ആർക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല, ഒരാൾക്കും ഞാൻ അടിമപ്പടിയെടുക്കൂല, ഒരാളുടെയും താഴെ ഞാൻ നിൽക്കൂല എന്ന ആ ഊർജ്ജസ്വലമായ ചിന്തയുണ്ടെങ്കിലേ തോട്ടത്തിലുള്ള എത്ര ചെറിയ പക്ഷികൾക്കും വലിയ വലിയ ആനറാഞ്ചി പക്ഷികളെ വരെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ടാകുമെന്നാണ് മഹാനായ അല്ലാമാ ഇഖ്ബാൽ പാടുന്നത്. 313 സ്വഹാബാക്കള് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ 313 പേരല്ലേ, ആയിരങ്ങളോട് ഞങ്ങൾ എങ്ങനെയാ യുദ്ധം ചെയ്യുക എന്നവർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ആയുധങ്ങളില്ല, അവരുടെ കൂടെ അംഗബലമില്ല, പടക്കോപ്പുകളില്ല, പടക്കുതിരകളില്ല, പടച്ചട്ടകളില്ല. എങ്ങനെയാണ് വലിയ സൈന്യം? ഇവരുടെ 3 ഇരട്ടിയുണ്ട്, 300ന്റെ 3 ഇരട്ടിയുണ്ട്. 3 ഇരട്ടിയുമായി വരുന്ന യോദ്ധാക്കളായ ആയുധങ്ങളുമായി കടന്നു വരുന്ന ആ ശത്രുക്കളോട് ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും? ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവരുടെ കൽബിനകത്ത് ചൂടില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾക്ക് ലഭിക്കുമായിരുന്നില്ല. തിത്തിരി പക്ഷിയുടെ കൽബിനകത്തുള്ള ചൂടാണ്, ആവേശമാണ്, ആ എന്തൂസിയാസമാണ്, എനർജറ്റിക് ആയിട്ടുള്ള അവരുടെ ചിന്തകളാണ്. ആയിരങ്ങളാണെങ്കിൽ 1000, 10000ങ്ങളാണെങ്കിൽ 10000 ഞങ്ങളുള്ളവർ വെച്ച് അവരോട് പോരാടുമെന്നുള്ള അവരുടെ ഡിറ്റർമിനേഷനാണ് ആയിരങ്ങളെ തോൽപ്പിച്ചോടിച്ചത്. ആ ഒരു ഡിറ്റർമിനേഷൻ പ്രിയപ്പെട്ടവരെ
ഒരാൾക്കും ഞങ്ങൾ തോറ്റുകൊടുക്കൂല, ഒരാൾക്കും ഞങ്ങൾ അടിമപ്പണിയെടുക്കൂല, ഞങ്ങൾ ദീനിന്റെ കാവൽ ഭടന്മാരാകുമെന്നുള്ള ചിന്തയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കുണ്ടാവേണ്ടത്. നാവക് ഹേ മുസൽമാൻ ഹദഫ് ഉസ്കാ ഹേ സുറയ്യ, നാവക് ഹേ മുസൽമാൻ ഹദഫ് ഉസ്കാ ഹേ സുറയ്യ, ഹേ സിർറെ സറാ പർദേ ജാൻ നുക്താ മിഅറാജ്. നാവക് ഹേ മുസൽമാൻ ഹദഫ് ഉസ്കാ ഹേ സുറയ്യ, ഹേ സിർറെ സറാ പർദേ ജാൻ നുക്തേ മിഅറാജ്. അല്ലാമാ ഇഖ്ബാലിന്റെ മൂന്നാമത്തെ വരിയാണിത്. മുസൽമാൻ എന്ന് പറയുന്നത് അസ്ത്രങ്ങളാണ്, അമ്പുകളാണ്. മുസ്ലിം എന്ന് പറയുന്നത് നാവക് ഹേ മുസൽമാൻ, മുസൽമാൻ നാവക് ഹേ, മുസൽമാൻ അസ്ത്രങ്ങളാണ്, മുസൽമാൻ അമ്പുകളാണ്. ആ അമ്പുകളുടെ ലക്ഷ്യം ഏതെങ്കിലും മരങ്ങളല്ല, ആ അമ്പുകളുടെ ലക്ഷ്യം പറന്നു പോകുന്ന പക്ഷികളല്ല. ഹദഫ് ഉസ്കാ ഹേ സുറയ്യ, സുറയ്യ എന്ന് പറയുന്ന നക്ഷത്രമാണ് ആ അമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളായ നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളാവാൻ പാടില്ല, ആകാശങ്ങളെ കീഴടക്കണമെന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഏകദേശം ക്രിസ്താബ്ദം 850 ശേഷമാണല്ലോ അബുൽ അബ്ബാസ് ഫർനാസ് എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായ ഇസ്ലാമിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഏകദേശം 10-15 മിനിറ്റോളം നേരം വായുവിലൂടെ പറന്നത്. റൈറ്റ് സഹോദരന്മാര് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിനു മുമ്പേ, റൈറ്റ് സഹോദരന്മാര് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നത് 1000 ചില്ലാനം വർഷങ്ങൾക്ക് ശേഷമാണ്. ഏകദേശം 1500കളിലോ 1600കളിലോ ആണ് ഇവരെ ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന്റെയും 500 വർഷങ്ങൾക്ക് മുമ്പേ ആര് ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആരിൽ നിന്ന്? മുസ്ലിമീങ്ങളിൽ നിന്ന്. അബുൽ അബ്ബാസ് ഫർനാസ് എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരാൾ, പ്രിയപ്പെട്ടവരെ, ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ശിരസാവഹിച്ച് അതിൽ നിന്ന് ഊർജം കണ്ടെത്തി അവരുടെ കൽബിലേക്ക് ആ ചൂട് കടന്നിട്ട് അവര് 15 മിനിറ്റ് നേരം പറന്നു പോയിട്ടുണ്ട്, വായുവിലൂടെ പറന്നിട്ടുണ്ട്. എപ്പോഴാണ് പറന്നതെന്നറിയോ? ജുമഅ നിസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ട് മഅമൂമായി വന്ന വിശ്വാസികളോട് പറഞ്ഞു, ഞാനൊരു സയന്റിഫിക്കൽ ഒരു ഇന്നോവേഷൻ കാണിക്കാൻ പോവുകയാണ്, പുതിയൊരു കണ്ടുപിടുത്തം കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വാസികളായ ആളുകളോട്, പള്ളിയുടെ ഉസ്താദാണ് സയൻസിന് നേതൃത്വം നൽകുന്നത്, പള്ളിയുടെ ഉസ്താദാണ് സയൻസിന് നേതൃത്വം നൽകുന്നത്. ഇന്ന് പള്ളിയുടെ ഉസ്താദുമാർ സയൻസ് പഠിക്കരുത് എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറി. ഉസീ ഖുർആൻ മേ ഹേ അബ് തർകേ ജഹാൻ കി തഅലീം, ജിസ്നെ മുഅ്മിൻ കോ ബനായാ മഹോ പർവീൻ കാ അമീർ. മറ്റൊരു വരിയാണ് അദ്ദേഹത്തിന്റെ. ഉസീ ഖുർആൻ മേ ഹേ അബ് തർകേ ജഹാൻ കി തഅലീം. ഈ പറയപ്പെട്ട ഖുർആനിൽ തന്നെയാണ് ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം വെടിഞ്ഞിട്ട് പള്ളിയുടെ മെഹ്റാബിൽ തസ്ബീഹ് മാല പിടിച്ച് ഇരിക്കണമെന്നുള്ള മെസ്സേജ് ഉള്ളത്. ഇസീ ഖുർആൻ മേ ഹേ അബ് തർകേ ജഹാൻ കി തഅലീം. ദുനിയാവിന്റെ വികസനങ്ങളിൽ നമ്മൾക്ക് പങ്കില്ല, ഇവിടെയുണ്ടാകുന്ന വിപ്ലവങ്ങളിൽ നമ്മൾക്ക് പങ്കില്ല. മുസ്ലിമീങ്ങൾ അതിനോടൊന്നും ചേർന്ന് നിൽക്കേണ്ടവരല്ല. നമ്മളൊരു ഖുർആനും ഹദീസും പഠിച്ച് ഏതെങ്കിലും പള്ളിയിൽ വാദ പറയേണ്ടവരാണ്. MBBS മേഖലയിൽ നമ്മൾ വേണ്ട, എഞ്ചിനീയറിംഗ് മേഖലയിൽ നമ്മൾ വേണ്ട, സിവിൽ സർവീസ് മേഖലയിൽ നമ്മൾ വേണ്ട, അഡ്വക്കേറ്റുമാരായിട്ടുള്ള LLB-യും LLM-ഉം പഠിക്കുന്നവരിൽ നമ്മൾ വേണ്ട. അങ്ങനെ വെറും ഒരു മതം മാത്രം പഠിക്കുന്നവരായി മതി എന്ന ചിന്താഗതി എവിടെ നിന്നാണ് ഇന്നത്തെ പണ്ഡിതന്മാരെടുത്തത്? ഉന്നതങ്ങളിലേക്ക് പറക്കുന്ന റൈറ്റ് സഹോദരന്മാര് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിനു മുമ്പേ നമ്മൾ ഫ്ലൈറ്റ് കണ്ടുപിടിക്കണമായിരുന്നു. നമ്മുടെ അനാസയാണ്, നമ്മുടെ അശ്രദ്ധയാണ്. കാരണം നമ്മൾക്ക് പറയാനുള്ളൊരു പിതാവുണ്ട്. നമ്മൾ ആരാണ് ഫ്ലൈറ്റിന്റെ പിതാവെന്ന് ചോദിക്കുമ്പോ പറയുന്നത് തന്നെ റൈറ്റ് സഹോദരന്മാരെന്നാണ്. എന്നാൽ അവർക്കും മുമ്പ് 15 മിനിറ്റോളം വായുവിൽ പറക്കാനുള്ള ഒരു ശ്രമം നടത്തിയ അബുൽ അബ്ബാസ് ഫർനാസ് നമ്മുടെ പിതാവാണ്, മുസ്ലിമാണ്, പള്ളിയുടെ ഇമാമായിരുന്നു. എവിടെ നിന്നാണ് ഊർജം കിട്ടിയത്? പരിശുദ്ധമായ ഖുർആനിൽ നിന്നാണ്. ആ ഊർജം നമ്മൾ ഫോളോ ചെയ്ത് അതിന് തുടർച്ചയായി പഠനവും റിസർച്ചും നടത്തി ഒരു 100 വർഷത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തണമായിരുന്നു ഫ്ലൈറ്റ്. പക്ഷേ തെരേ സൂഫേ അഫ്റംഗി തെരേ ഖാലേ ഇറാനി,
ലഹോ മുജിക്കോ റുലാത്തി ഹേ ജവാനോ കീ തനാസാനി. സുഖലോലുപത വന്നപ്പോ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം മടിയന്മാരായി മാറി. നമ്മളിരിക്കുന്ന കസേര, നമ്മളിരിക്കുന്ന സോഫാ സെറ്റ് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഫർണിച്ചറുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന, ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ കാർപ്പറ്റിലൂടെയാണ് നമ്മൾ നടക്കുന്നത്, പരവതാനിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇത്രയൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം നമ്മൾക്കുണ്ടായിട്ട് ലഹോ മുജ്കോ റുലാത്തി ഹേ ജവാനോ കീ തനാസാനി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ അലസത കാണുമ്പോൾ കണ്ണിലൂടെ ചോര വരികയാണ്, കണ്ണുനീർത്തുള്ളിയല്ല, ചോര വരികയാണ്. ആരാ പറയുന്നത്? അല്ലാമ ഇഖ്ബാലെ. എപ്പോ? ഏകദേശം 1940കളിൽ ജീവിച്ച അല്ലാമ ഇഖ്ബാല പാടുന്നത്. എന്റെ കണ്ണിലൂടെ കടന്നു വരുന്നത് രക്തത്തുള്ളിയാണ്, കണ്ണുനീർത്തുള്ളിയല്ല. ഇത്രയൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിട്ട്, സൗകര്യങ്ങൾ ഉണ്ടായിട്ട്, അധികാരമുണ്ടായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താതെ അലസന്മാരും മടിയന്മാരുമായി ജീവിക്കുന്നത്. പഠിക്കാൻ നമ്മൾ തയ്യാറല്ല. ആരും പഠിക്കുന്നില്ല. സുഖലോലുപതയിൽ അഭിരമിച്ച് ജീവിക്കാൻ. ഈ സദസ്സിൽ തന്നെ PG ചെയ്ത, ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്ര ആളുകൾ സദസ്സിലുണ്ട്? ഒന്ന് കൈപ്പൊക്കെ. പാസ്സായ, ഡിഗ്രിക്ക് പോയ ആളുകളല്ല, ഡിഗ്രി പാസ്സായ ആളുകൾ ഒന്ന് കൈപ്പൊക്കെ. ഒരു മാഷുണ്ട്, മാഷായി പോകുന്നൊക്കെ അറിയാം. വേറെ ആരുള്ള ഡിഗ്രി പാസ്സായ ഒരാളുണ്ട്. നിങ്ങൾ ഡിഗ്രി പാസ്സായതിന് മാഷാ അല്ലാ. 2 ആള്, 3 ആള്, 4 ആള്, 5. പൊക്കിക്കോളി. ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കല്ല, എല്ലാവരും ഒന്നിച്ചു. ഡിഗ്രി പാസ്സായ ആളുകൾ 6 ആള്. കോളേജിലേക്ക് പോയ ആളുകളില്ല കേട്ടോ, കോളേജിൽ പോയിട്ട് ഡിഗ്രി പാസ്സായ ആളുകൾ. SSLC-യിൽ 99.9% കുട്ടികൾ പാസ്സാവുന്നുണ്ട്. SSLC-യിൽ +2-ൽ ഏകദേശം 89.90 മുകളിൽ +2-ലും പാസ്സാകുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ആകെ 6 ആളുകൾ പാസ്സായത് ഡിഗ്രിക്ക് എത്തുമ്പോൾ? എന്തുകൊണ്ടാണ്? അലസതയാണ്, അശ്രദ്ധയാണ്. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആ തിത്തിരി പക്ഷിക്കുണ്ടാവേണ്ട ചൂട്, എന്തുസ്യാസം, ആവേശം, എനർജി അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഡിഗ്രിക്ക് വേണ്ടി കോളേജുകളിൽ പോയി 3 വർഷക്കാലം എന്റർടൈൻ ചെയ്ത് ആസ്വദിച്ച് അടിച്ചുപൊളിച്ച് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും പരീക്ഷകളൊക്കെ തോറ്റുപോയിട്ടുണ്ട്. PG ചെയ്യുന്നവർ വളരെ കുറവാണ്. ഡിഗ്രി കംപ്ലീറ്റ് ആയാലല്ലേ PG ചെയ്യാൻ പറ്റൂ. 90% മുകളിൽ ആളുകൾ +2-ന് എക്സാം എഴുതി പാസ്സായിട്ടും എന്തേ നമ്മുടെ നാട്ടിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയ ആളുകൾ ഇല്ലാതെ വരുന്നത്? പഠിക്കണമെന്നുള്ള ബോധം നമ്മൾക്കില്ല. നമ്മൾക്ക് ഇങ്ങനെ ഉപ്പമാരുണ്ടാക്കിയ സമ്പാദ്യങ്ങളുണ്ട്. ഉപ്പമാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം, ആ സമ്പാദ്യങ്ങൾ ഉള്ളത് കൊണ്ട് സുഖിച്ച് ജീവിക്കുകയാണ്. പ്രത്യേകമായ ചലഞ്ച് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല. വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല. എല്ലാവരും കംഫോർട്ട് സോണിലാണ്. സുഖങ്ങളിൽ ഇങ്ങനെ ഇരിക്കാൻ, സുഖിച്ചിരിക്കാൻ. കംഫോർട്ട് സോണിൽ നിന്ന് മാറാൻ നമ്മൾ തയ്യാറല്ല. ചലഞ്ചുകളെ ഏറ്റെടുക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്കൂളുകൾ ഉണ്ടാകുമെന്നാരും വിചാരിക്കണ്ട. 10 കൊല്ലം കഴിഞ്ഞാൽ സ്കൂൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ChatGPT എന്ന് പറയുന്ന പുതിയൊരു ഇന്നോവേഷൻ വന്നു. എവിടെ? നമ്മുടെ ഗ്ലോബൽ വികസനങ്ങൾ ഉണ്ടായി. ഗൂഗിൾ പുതിയൊരു വികസനം, പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് ChatGPT. ChatGPT എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും എന്ത് സംശയങ്ങൾ ചോദിച്ചാലും അക്കാഡമിക്കലായി ഉത്തരം പറയുന്ന ഒരു സംവിധാനം. സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അടിവാടിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോ വളരെ കൃത്യമായി ഡാറ്റകൾ വെച്ച് നിങ്ങളോട് പറഞ്ഞു തരും. എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി പറയണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഓരോ ഡാറ്റകൾ വെച്ച് വളരെ കൃത്യമായി വിഷയങ്ങൾ പറഞ്ഞു തരും. മൈക്രോസ്കോപ്പ് എന്താണ് പറഞ്ഞു തരും. സയൻസ്, സൂര്യൻ, ചന്ദ്രൻ, ആസ്ട്രോണമി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതൊന്നും ഇനി സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യം വരൂല. മക്കളൊക്കെ സ്കൂളിൽ പോകുന്നത് നിർത്താൻ പോവാൻ. ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ വ്യാപകമാവാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നത് പോലും നിർത്തും. എന്നാൽ എന്താ സംഭവിക്കുക? അധ്യാപകന്മാരുടെ ജോലി നഷ്ടപ്പെടും. അധ്യാപകന്മാർക്ക് പിന്നെ ജോലി ഉണ്ടാവില്ല. അധ്യാപകന്മാരെ പിരിച്ചുവിടേണ്ടി വരും. ആമസോൺ 10,000-കണക്കിന് ആളുകളെ പിരിച്ചുവിടുന്നു. ഗൂഗിൾ 10,000-കണക്കിന് ആളുകളെ പിരിച്ചുവിടുന്നു. അതുപോലെ തന്നെ ആരാണ്? ട്വിറ്റർ പിരിച്ചുവിടുന്നു. അങ്ങനെ ഓരോ വലിയ അറിയപ്പെട്ട മുതലാളിമാരായ, കോടീശ്വരന്മാരായ, നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള
കമ്പനികൾ വരെ, ഫേമുകൾ വരെ 10,000-കണക്കിന് ആളുകളെ പിരിച്ചുവിടാൻ കാരണമുണ്ട്. അവരെക്കാളും ഉപയോഗമുള്ള, അവരെക്കാളും പ്രവർത്തനരഹിതരായ മറ്റെന്തോ അവരുടെ കയ്യിലുണ്ട്. അതാണ് റോബോട്ടുകൾ. മനുഷ്യനെക്കാളും കൂടുതൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ. 24 മണിക്കൂറും റോബോട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം വേണ്ട, സാലറി വേണ്ട, അവർക്ക് കറന്റ് വേണ്ട, അവർക്ക് AC വേണ്ട, അവർക്ക് ബ്രേക്ക് വേണ്ട, അവർക്ക് ലീവ് വേണ്ട. 24x7 സൺഡേ ലീവ് വേണ്ട, വെക്കേഷനുകൾ വേണ്ട, വർഷത്തിൽ മാസങ്ങളുടെ ലീവുകൾ വേണ്ട. 24x7 അങ്ങനെ 360 ദിവസവും വിശ്രമമില്ലാതെ ജോലിയെടുക്കുന്ന റോബോട്ടുകളെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പൊ മനുഷ്യന്റെ ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? മനുഷ്യനെ പിരിച്ചുവിടുകയാണ്. ലാഭം ഇതാണ്. 10,000-കണക്കിന് ആളുകൾക്ക് ഓരോ മാസവും 1 ലക്ഷം സാലറി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു 10 റോബോട്ടുകൾ ഉണ്ടാക്കിയാൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം റോബോട്ടുകൾ ചെയ്യാൻ തുടങ്ങി. റോബോട്ടുകൾ ചെയ്തത് ശരിയായില്ലെങ്കിൽ റോബോട്ടിന് അടി കൊടുക്കാന്നാ പറഞ്ഞത്. നമ്മൾ മദ്രസയിലൊക്കെ അടിക്കുന്നത് പോലെ, സ്കൂളിലൊക്കെ അടിക്കുന്നത് പോലെ ചെയ്തത് ശരിയായില്ലെങ്കിൽ അടിക്കാം. അടിച്ചാൽ തിരിച്ചു തരും. അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് വരെ ലോകം മാറാൻ. അപ്പൊ നമ്മളിപ്പോഴും പറയുന്നത് എന്താണ്? ഒന്നും വേണ്ട, നിങ്ങൾ ഖുർആനും പിടിച്ചിങ്ങനെ പള്ളിന്റെ മൂലയിൽ ഇരുന്നാ മതി. എവിടെന്നാ നമ്മൾക്ക് കിട്ടുന്നത്? നമ്മുടെ പ്രപിതാക്കളായ ഉപ്പമാര് അബൂബക്കർ റാസിയെ പോലെ, ഖവാറസ്മിയെ പോലെ, ഇബ്നുൽ ഹൈസമിനെ പോലെ, പ്രിയപ്പെട്ടവരെ ഇബ്നു സീനയെ പോലെ, ഇബ്നു റുഷ്ദിനെ പോലെ, അബുൽ അബ്ബാസ് ഫർനാസിനെ പോലെയുള്ള, ഇമാം ഗസാലിയെ പോലെയുള്ള ഫിലോസഫേഴ്സ്, ആസ്ട്രോണമി പഠിച്ചവർ, ഒപ്തൽമോളജി പഠിച്ചവർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഓരോ ആളുകൾ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഊർജം കണ്ടിട്ടാണ് അവരെന്ത് ചെയ്തത്? ഉന്നതമായ സയന്റിഫിക്കൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാക്കിയത്. എന്നാൽ നമ്മളോ അതേ ഖുർആൻ വെച്ച് നമ്മൾ ഇന്ന് പറയാണ്, നമ്മൾ എന്തായാ മതി, പള്ളിയിൽ ഇരുന്നാൽ മതി, കുറെ വികസനങ്ങളൊന്നും വേണ്ട, മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതണ്ട, കോമ്പസ് വെച്ചിട്ട് കിബ്ല നോക്കണ്ട. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിർത്താനുള്ള സമയമായി. ട്രെയിൻ എവിടെ എത്തി നോക്കട്ടെ. ഒരു 11 മണിക്ക് നിർത്താം. 15 മിനിറ്റ് ഉണ്ട്. അതിനെ കുറിച്ച് ലേറ്റാ, അരമണിക്കൂർ ലേറ്റാ. 11 മണിയാകുമ്പോൾ ഞാൻ നിർത്തും. ദുആക്ക് നാളെ ഇൻഷാ അല്ലാഹ് കബീർ വാക്കവി ഉസ്താദും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു ദുആ ബഹുമാനപ്പെട്ട ഖാലിദ് ഉസ്താദ് അല്ലേ, ഖാലിദ് ഉസ്താദ് ആയിരുന്നു. പിന്നെ ദുആക്ക് ആവശ്യം ഞാൻ അസ്സലാമു അലൈക്കും ഞാൻ പോകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് സീ ഖുർആൻ മേ ഹേ അബ്തർ കെ ജഹാൻ കി താലീം, जिसने मुमिन को बनाया महो परवीन का अमीर. ആസ്ട്രോണമി പഠിക്കാൻ നമ്മുടെ പ്രപിതാക്കളായ ഉപ്പാപ്പമാർക്ക് ആവേശം നൽകിയ ഖുർആനാണ് ഇന്ന് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് പള്ളിയുടെ മൂലയിൽ ഇരിക്കാൻ പ്രചോദനമായത്. ഖുർആൻ വെച്ചിട്ടാണ് ഭൗതികം പഠിക്കണ്ട എന്ന് പറയുന്നത്. ആജ് ഉൻകേ അമൽ കാ അന്ദാസ് എല്ലാം അല്ലാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നമ്മളെല്ലാവരും. എല്ലാം അല്ലാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മിഅ്റാജിന്റെ രാത്രി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഖൽബിലടങ്ങാത്ത പ്രതിബദ്ധത ഏതെങ്കിലും ഒരു വിഷയത്തോടുണ്ടെങ്കിൽ, ഖൽബിലടങ്ങാത്ത ആവേശം. ബക്കറ്റ് ഉണ്ടോ? എന്നാ വേഗം വന്നോളി. ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ എങ്ങനെ ശരിയാവും? ഇങ്ങോട്ട് വന്നോളി. ഖൽബിലടങ്ങാത്ത ഊർജമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, ആ ആർജവത്തോടെ പഠിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായാലേ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ആത്മാഭിമാനത്തോടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും. വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ നല്ല രീതിയിൽ സഹകരിക്കണം. ഇഷ്ടപ്പെട്ട ഒരു എമൗണ്ട് എല്ലാവരും ബക്കറ്റിലിടണം. 1000ങ്ങളും 10,000ങ്ങളൊന്നുമില്ല. ഇഷ്ടപ്പെട്ട ഒരു എമൗണ്ട് ബക്കറ്റിലിടാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ സ്വതക്കകളുടെ ബർക്കത്ത് കൊണ്ട് മരിക്കുന്നത് വരെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. ശർറായ ഖളായിൽ നിന്ന് സലാമത്താക്കട്ടെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ കൊടുക്കുന്ന സ്വതക്ക പോലെ ഉണ്ടാവും നമ്മുടെ ഭാവി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, തുർക്കിയിലേക്ക് ഒരു സഹോദരൻ സിറിയയിൽ നിന്ന് പഴയ കാറിൽ നിറയെ ബെഡും
ഭൂകമ്പത്തിൽ ഇരകളായ ആളുകൾക്കുള്ള ആവശ്യമുള്ള വസ്തുക്കളുമായിട്ടൊരു പഴയ കാറിൽ പോകുന്ന ഫോട്ടോകൾ കുറച്ചു മുമ്പ് നമ്മൾ കണ്ടിരുന്നു. അത് വല്ലാതെ ചർച്ചയായൊരു ഫോട്ടോയായിരുന്നു. ആ മനുഷ്യന് ഇന്ന് തുർക്കിയിലെ ഒരു പ്രമുഖ വ്യവസായി പുതിയൊരു കാർ വാങ്ങിച്ചു കൊടുത്തു. നിബിധങ്ങൾ എന്താ പറഞ്ഞത്? സ്വതക്ക കൊടുത്താൽ പൈസ കുറയൂല. കൊടുത്തതിനേക്കാളും വലിയ കാർ അയാൾ കിട്ടി. കാർ കൊടുത്തിട്ടില്ല, കാറിൽ സാധനങ്ങൾ കൊണ്ടുപോയതാ. ഉള്ളതൊക്കെ പെറുക്കിയിട്ട് പഴയ കാറിൽ കെട്ടിവെച്ച് ഭൂകമ്പ ബാധിതരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി പോയതാണ്. അയാളുടെ പഴയ കാറിനേക്കാൾ എത്രയോ ഇരട്ടി വിലയുള്ള ഒരു പുതിയൊരു കാർ തുർക്കിയിലെ ഒരു വ്യവസായ അദ്ദേഹത്തിന് ഓഫർ ചെയ്തു. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സ്വതക്കകളാണ് നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഹബീബ് യുക്തികളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ റജബ് 27 രാത്രിയിൽ ആകാശാരോഹണം നടത്തി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് പോയി. അവിടെ ചില ആളുകളെ കണ്ടു. ഇരുമ്പിനാലുള്ള നഖം കൊണ്ട് കവിൾത്തടങ്ങളെ കീറി മുറിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഇരുമ്പിനാലുള്ള നഖം കൊണ്ട് അവരുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു വിഭാഗം, കവിൾത്തടങ്ങളെല്ലാം കീറി മുറിഞ്ഞ് രക്തമൊഴുകി കഷ്ണങ്ങളായി ഹൃദയമാകെ തകർന്ന് തരിപ്പണമായി. വീണ്ടും അല്ലാഹു പഴയതുപോലെ കവിൾത്തടങ്ങളെ പഴയതുപോലെ രൂപാന്തരപ്പെടുത്തുന്നു. വീണ്ടും കീറി മുറിക്കുന്നു, രക്തം വരുന്നു, അസഹനീയമായ വേദന കൊണ്ട് പുളയുന്നു. ഇവരാരാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, ഇവര് ഫിത്ന പറയുന്നവരാണ്, ഇവര് നാവിനെ സൂക്ഷിക്കാത്തവരാണ്, ഇവര് ഗീബത്ത് പറയുന്നവരാണ്, ഉള്ളതും ഇല്ലാത്തതുമായ ആരോപണങ്ങൾ പറയുന്നവരാണ്, ആരോപണങ്ങൾ എഴുതിവിടുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റജബ് 27 രാത്രിയിൽ നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുക്കേണ്ടത്, എന്റെ നാവിനെ ഞാൻ സൂക്ഷിക്കുമെന്നുള്ളൊരു പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്. നാവിനെ സൂക്ഷിക്കാത്ത ഒരാൾക്കും ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയുകയില്ല. നാവ് സൂക്ഷിച്ചാലേ ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയുള്ളൂ. നിസ്കാരമില്ലെങ്കിലും നോമ്പില്ലെങ്കിലും അമലുകളില്ലെങ്കിലും ഒരാൾ നാവ് സൂക്ഷിച്ചാൽ അയാൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയും. എന്നാൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം ഉണ്ട്, നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അയാൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയൂല. നിങ്ങൾ നാവിനെ സൂക്ഷിക്കാമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം. എന്താണ് ആ ഉറപ്പ്? നാവിനെ സൂക്ഷിക്കുമെന്നുള്ള ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഉറപ്പ് തരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാവിലൂടെ മറ്റൊരാളെ വേദനിപ്പിക്കരുത്, നിങ്ങളുടെ കൈകളിലൂടെ മറ്റൊരാളെ വേദനിപ്പിക്കരുത്. ഞാൻ എന്റെ ജീവിതത്തിൽ മറ്റൊരാളെ വേദനിപ്പിക്കൂല എന്ന ചിന്ത, മറ്റൊരാളെ വേദനിപ്പിക്കൂല എന്ന പ്രതിജ്ഞ എടുക്കേണ്ട രാത്രിയാണിത്. കാരണം ഈ രാത്രിയാണ് നാവ് കൊണ്ട് തോന്നിവാസങ്ങൾ പറയുന്ന ആളുകളെ അല്ലാഹു തആല ശിക്ഷിക്കുന്ന ഒരു രംഗം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കണ്ടത്. അതെന്തിനാണ്? നമ്മൾ നിർത്താനാണ്, നാവിനെ സൂക്ഷിക്കാനാണ്. നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെങ്കിൽ അത് നാവ് കൊണ്ടുണ്ടാക്കിയ തെറ്റുകൾ മാത്രമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെങ്കിൽ അത് അയാൾ നാവ് കൊണ്ടുണ്ടാക്കിയ തെറ്റായിരിക്കും. പെണ്ണായാലും ആണായാലും നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള കാരണം അതവരുടെ നാവ് കൊണ്ടുണ്ടാക്കിയ തെറ്റുകൾ കാരണത്താലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി പെണ്ണുങ്ങളെ, അക്സറു അഹ്ലിഹൻ നിസാ, സ്ത്രീകൾ അധിക പേരും നരകത്തിൽ കിടക്കാനുള്ള കാരണം അതും അവരുടെ നാവാണ്. ആരോടാണ് അവർ നാവ് ഉപയോഗിക്കുന്നത്? അവരുടെ ഭർത്താവിനോട്. യക്ഫുർനൽ അശീർ, ഭർത്താവിനോട് നാവ് കൊണ്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നവർ, ഭർത്താവിനെ നിഷേധിക്കുന്നവർ, ഭർത്താവ് ചെയ്തു തരുന്ന സഹായങ്ങളൊക്കെ മറന്നിട്ട് ദേഷ്യം വരുമ്പോ ഭർത്താവിനോട് തോന്നിവാസം പറയുന്നവരെ, ഇത്തരം സഹോദരിമാർ നാളെ നരകത്തിലായിരിക്കുമെന്ന്, അതേപോലെ നാവിനെ സൂക്ഷിക്കാത്ത പുരുഷന്മാർ നാളെ നരകത്തിലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യബലു അന്ന അഹ്ലൽ ഖുറാ ആമനു, ഓ നാട്ടുകാരെ, നമ്മളെല്ലാവരും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ
ഈ മഹത്തായ സ്ഥാപനം നമ്മൾക്കൊരു പ്രചോദനമാണ്. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. ഇവിടെ ഹാഫിലിങ്ങളായ ആളുകളെ നാളെ സനദ് നൽകി ആദരിക്കുകയാണ്. ഹാഫിലാത്തുകളായ സഹോദരിമാരെ സനദ് നൽകി ആദരിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഹിഫ്ള് കഴിഞ്ഞാൽ നമ്മുടെ പഠനം അവസാനിച്ചിട്ടില്ല, അതോടെ പഠനം തുടങ്ങുകയാണ്. എന്താ പഠിക്കേണ്ടത്? ഭൗതിക മേഖലയിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവണം, മതകീയ വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവണം. ഈ മാലിക് ദിനാർ എന്നുള്ളത് കാസർഗോഡ് തളങ്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ ഹബീബിന്റെ സ്വഹാബിയായ മാലിക് ദിനാർ ഇവിടേക്ക് ദഅവത്തിന് വന്നതുപോലെ, ഇവിടേക്ക് പ്രബോധനത്തിന് വന്ന് ഈ കേരളക്കരയിൽ ഒരുപാട് പള്ളികൾ നിർമ്മിച്ച് അല്ലാഹുവിനെ, ഈ പരിശുദ്ധ ദീനിനെ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചതുപോലെ മാലിക് ദിനാറിന്റെ പേരിൽ തുടങ്ങിയ ദഅവാ സെന്റർ, ഇവിടെ നിന്നുണ്ടാവണം അത്ഭുതങ്ങള്, ഇവിടെ നിന്നുണ്ടാവണം പൈലറ്റുമാർ, ഇവിടെ നിന്നുണ്ടാവണം എഞ്ചിനീയർമാര്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ കൈകാര്യം ചെയ്യുന്ന നല്ല നിപുണരായ വിദ്യാർത്ഥികളെ നാടിന് സമർപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം. ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികളെ, ഹാഫിളാത്തുകളായ വിദ്യാർത്ഥികളെ, ഇംഗ്ലീഷും ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യുന്ന, കിതാബുകളിൽ വല്ല അവഗാഹമുള്ള ഭൗതികമായ വിഷയങ്ങൾ അക്കാഡമിക്കലി ഡാറ്റ വെച്ച് സംസാരിക്കാൻ കഴിയുന്ന നല്ല നിപുണരായ വിദ്യാർത്ഥികൾക്ക് ജന്മം നൽകാൻ ഈ മഹത്തായ സ്ഥാപനത്തിന് സാധിക്കട്ടെ. മാലിക് ദിനാറാണല്ലോ ദഅവത്തിന് ഇവിടേക്ക് നേതൃത്വം നൽകിയത്. മാലിക് ദിനാറാണല്ലോ ഈ കേരളത്തിലേക്ക് വന്നിട്ട് പ്രിയപ്പെട്ടവരെ ദഅവി പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. അതേപോലെ നമ്മൾക്കും സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ സാധിക്കണമെങ്കിൽ ഞാൻ താഴ്ന്നു കൊടുക്കേണ്ടവനല്ല എന്ന ചിന്തയുണ്ടാവണം, ഞാൻ ആർക്കും തോറ്റു കൊടുക്കേണ്ടവനല്ല എന്ന ചിന്തയുണ്ടാവണം. എപ്പോഴാണ് ഏറ്റവും ഉന്നതങ്ങളിലൂടെ പറക്കുന്ന ഞാൻ താഴെ പറക്കൂല, ഏറ്റവും ഉയരങ്ങളിലൂടെ മാത്രമേ പറക്കൂ എന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ ചിന്ത എപ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ കൽബിലേക്ക് കടന്നു വരുന്നത്, അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങൾ കാണാൻ കഴിയുക. അതുകൊണ്ട് നമ്മൾ ആർക്കും വിധേയപ്പെടേണ്ടവരല്ല, നമ്മൾ ഒരാൾക്കും താഴ്ന്നു കൊടുക്കേണ്ടവരല്ല, നമ്മൾ ഒരാളുടെയും അടിമപ്പണി എടുക്കേണ്ടവരല്ല. നമ്മൾ പഠിക്കണം, നമ്മൾ വളരണം, ഒരിക്കലും പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്നവരാവണം. നമ്മള് ഡിഗ്രി കഴിഞ്ഞ് പഠനം നിർത്തി ഗൾഫിനെ ആശ്രയിക്കേണ്ടവരല്ല. കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകൾ വരുമ്പോൾ അതെല്ലാം തിരിച്ചറിയേണ്ടവരാണ് നമ്മള്. ഇത് 4ാമത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലാണ് നമ്മളുള്ളത്. ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതുവരെ പുതിയൊരു റെവല്യൂഷന്റെ തുടക്കമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ വയസ്സന്മാരായ ഉസ്താദുമാർക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല, അവരൊക്കെ അതിനെ തള്ളി പറയുന്നവരായിരുന്നു. നോക്കിയുടെ 0000 ടോർച്ച് ഫോൺ ഉപയോഗിച്ചിരുന്നു ഉസ്താദുമാര്. അവരതിനോട് താല്പര്യമില്ല, അതൊക്കെ ഭൗതിക സുഖാണെന്ന് വിശ്വസിച്ച് നടന്നിരുന്നു. പിന്നെ കോവിഡ് വന്നപ്പോ കുട്ടികളെ പഠിപ്പിക്കാൻ ഇത് വാങ്ങേണ്ടി വന്നു, സ്മാർട്ട് ഫോൺ വാങ്ങേണ്ടി വന്നു. ഉസ്താദുമാര് മാത്രമല്ല, സ്കൂളിലുള്ള കുറച്ച് ഓർത്തഡോക്സ് സ്റ്റൈലിൽ ജീവിക്കുന്ന അധ്യാപകന്മാരും അങ്ങനെ. എനിക്കും ഇതൊന്നും പറ്റൂല, ഫോണിലൊന്നും ഞാൻ പറ്റൂല, ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊന്നും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ അധ്യാപകന്മാരും കോവിഡ് വന്നപ്പോൾ ലാപ്ടോപ്പിലേക്കും ഗൂഗിൾ മീറ്റിലേക്കും സൂം മീറ്റിങ്ങിലേക്കും വാട്സപ്പ് മീറ്റിങ്ങിലേക്കും ടെലഗ്രാമിലുള്ള ക്ലാസ്സിലേക്കും മാറി. ഇത് അള്ളാഹു ഒരു 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ തുടക്കമായിട്ടാണ് കോവിഡ് കൊണ്ടുവന്നത്. കോവിഡിന് ശേഷമാണ് ടെക്നോളജിയുടെ ഒരു ലീപ്പ്, ഒരു എടുത്തുചാട്ടം ഉണ്ടായത്. ഡിജിറ്റലിലേക്ക് ഒരു ചാട്ടമുണ്ടായത്. ഇപ്പം എല്ലാം ഡിജിറ്റലല്ലേ. ഷവർമ തിന്നാലും ഗൂഗിൾ പേ, വെള്ളം വാങ്ങിയാലും ഗൂഗിൾ പേ, പിരിവിന് ബക്കറ്റിലും QR കോഡ് അല്ലേ. ബക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ ബേജാറാവണ്ട, QR കോഡ് ഉണ്ട്, QR കോഡിലൂടെ കൊടുത്തോളി എന്നാ പറയാം. ഇതാണ് ഡിജിറ്റൽ വിപ്ലവം എന്ന് പറയാ. വയസ്സായ ഉമ്മമാർക്ക് ഫോൺ എന്തെന്നറിയില്ല. ഇന്ന് ആ ഉമ്മമാര് ഫോൺ താഴെ വെക്കുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ ക്ലാസ്സുകളാണ്, പ്രഭാത ദിക്റുകളാണ്, പ്രദോഷത്തിലുള്ള ദിക്റുകളാണ്. അള്ളാഹു ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി കൊണ്ടുവന്നത് ഒരു പക്ഷേ ഒരു 4th റെവല്യൂഷനിന്റെ തുടക്കമായിട്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ഡിജിറ്റൽ ഡെവലപ്മെന്റിന് അള്ളാഹു തുടക്കം കുറിച്ചതാവാം. അപ്പോഴാണ് ബഹുഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് മാറാൻ തുടങ്ങിയത്. നമ്മുടെ വാച്ചുകൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു അരമണിക്കൂർ ഈ വാച്ച് കെട്ടിയിരുന്നാലും വാച്ചിനോട് പറയും എണീറ്റിട്ട് നടക്കണം എന്നറിയും. നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകം നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നാലും വാച്ച് മെസ്സേജ് അയക്കും. എന്ത് ഇരുന്നത് മതി, ഒന്ന് എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വാ, എന്നിട്ട് വീണ്ടിരിക്കണം. വാച്ചുകൾ സംസാരിക്കാൻ തുടങ്ങി, കാറുകൾ സംസാരിക്കാൻ തുടങ്ങി, ഫ്രിഡ്ജുകൾ സംസാരിക്കാൻ തുടങ്ങും. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഫ്രിഡ്ജ് പറയും ഇനി മീൻ വേണ്ട, ഇന്ന് മീൻ ഇവിടെ ഉണ്ട്, വേണ്ടാന്ന് മെസ്സേജ് വരും.
മട്ടൻ ഇവിടെ ഉണ്ട്, മട്ടൻ വേണ്ടാന്ന് മെസ്സേജ് വരും. കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോ, ഉള്ളി തീരാനായിട്ടുണ്ട്, ആകെ 100 ഗ്രാമേ ഉള്ളൂ, ഫോണിലേക്ക് മെസ്സേജ് വരും ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ കാലം ടെക്നോളജിക്കലി സാങ്കേതികമായി വളരുകയാണ്. അത് വളരുമ്പോൾ നമ്മളിപ്പോഴും ഫോണിൽ കോമ്പസ് വെച്ച് കിബില ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുക്കാം. കോമ്പസ് നോക്കിയിട്ട് കിബില സ്ഥിരീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞെടുക്കാൻ. മൊബൈൽ ഫോൺ നോക്കി ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞെടുക്കാൻ. ഇതാണ് പറഞ്ഞത്. ഇതേ ഖുർആൻ വെച്ചിട്ടാണ് അവർ ഉന്നതങ്ങളിലേക്ക് എത്തിയത്. ആ ഖുർആൻ വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ ചടഞ്ഞുകൂടാൻ നിൽക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു പഠിക്കാനും ഉന്നതങ്ങളിലെത്തി ഏറ്റവും ഉയരങ്ങളിൽ പാറിപ്പറക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.